പാവർട്ടിയിലെ ആദ്യത്തെ പോഡ്കാസ്റ്റ് സ്റ്റുഡിയോ ആണ് മീഡിയ സെന്റർ. ആ മീഡിയ സെന്റർ ഇന്ന് ഒരു പുതിയ സെഗ്മെന്റിന് തുടക്കം കുറിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ കലാരംഗത്ത് കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരുപാട് പേരിൽ ചിലരെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. നക്ഷത്ര തിളക്കത്തിന്റെ പുതിയൊരു എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്നത് ലിജോ കേസ് ആണ്. ലിജോ കേസ്, സ്വാഗതം. ദൃഢമായൊരു കൈ ഷെയ്ക്കൻഡിനായിക്കോട്ടെ. ലിജോ കേസ് എന്ന് കേൾക്കുമ്പോ മനസ്സിലേക്ക് ഓടി വരുന്നൊരു പേര് ടീം പൂജ്യത്തിന്റെ. ആ പേരിലെ വ്യത്യസ്തതയാണ് പലരെയും അതില് ആകർഷിച്ചിട്ടുള്ളത്. എങ്ങനെയായിരുന്നു ടീം പൂജ്യത്തിന്റെ തുടക്കം? ഞങ്ങള് വ്യത്യസ്തമായൊരു പേരാണ് ആദ്യം ഉദ്ദേശിച്ചത്. അങ്ങനെ നോക്കിയപ്പോ നമ്മൾ ഗൂഗിൾ അടിച്ചു നോക്കുമ്പോ വേറെ ആർക്കാ പേര് പാടില്ല. അങ്ങനത്തെ പേരാണ് ടീം വാഴപ്പിണ്ടി. അതെ, ആർക്കുണ്ടെന്നുള്ളത്. പക്ഷെ അതാദ്യം പിന്നെയാണ് ടീം പൂജ്യത്തിലേക്ക് മാറിയത്. ഈ ടീം വാഴപ്പിണ്ടി ആയിരിക്കുമ്പോ എത്ര പേരുണ്ടായിരുന്നു അംഗങ്ങൾ അതില്? അതിന് മുൻപ് കഥയുണ്ട്, ഞാൻ പറയാം. ശരിക്ക് ഞങ്ങൾ ഞാൻ ഈ കലാമേലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്കിറ്റ് കണ്ടിട്ടാണ്. പിന്നെ ചേട്ടൻ കുറച്ച് നാടകം ചെയ്യാറുണ്ട്. അപ്പൊ എന്റെ ഒപ്പം കട്ടയ്ക്ക് വന്ന ഒരാളാണ് ജിൻസ് ജോണി. ജിൻസ് അവന്റെ പ്രത്യേകത എന്റെ ബർത്ത്ഡേ സെയിം ദിവസമാണ് അവന്റെ ബർത്ത്ഡേ, 27/3. അങ്ങനെ ഞാൻ അവനും കൂടി വർത്തമാനം പറയും. അപ്പൊ അതിലേക്ക് അജൻസ് എന്ന് പറഞ്ഞൊരു കൂട്ടുകാരുണ്ട്. 3 പേരും കൂടി ഇങ്ങനെ കുറെ നേരം വർത്തമാനം പറയും. വർത്തമാനം പറഞ്ഞിട്ട് ഒന്നും ആവില്ല, വീണ്ടും പറഞ്ഞാലും ഒന്നും ആവില്ല. അവസാനം ഒരു സ്കിറ്റോട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങി. അങ്ങനെയാണ് സ്കിറ്റിലെ ഞങ്ങൾ ആദ്യം തുടങ്ങിയത്. അത് ഞങ്ങൾ അവതരിപ്പിച്ച വേദികളൊക്കെ യൂണിറ്റുകൾ, കുടുംബ യൂണിറ്റുകൾ. പിന്നെ അവിടെ ഞങ്ങൾ താരങ്ങളായി. അങ്ങനെ ഞങ്ങൾ പതുക്കെ, അതായത് പാവർട്ടി എന്ന് പറയുന്ന പ്രദേശത്ത് പള്ളിയുമായിട്ട് സഹകരിച്ചിട്ടുള്ള കുടുംബ യൂണിറ്റുകളിലായിരുന്നു ലിജോന്റെ കലാപ്രവർത്തനത്തിന്റെ തുടക്കം, അതും സുഹൃത്തുക്കളോടൊപ്പം. അതെ, അങ്ങനെ തുടങ്ങി. അവിടേക്കാണ് സാൻഡോ എന്നൊരു കൂട്ടുകാരുണ്ട്, അജൻസിന്റെ ഫ്രണ്ടാണ്. കൂട്ടുകാരന്മാര് വലിയൊരു നിരയാണ്. അതന്നെ. അങ്ങനെ പിന്നെ പതുക്കെ ചെറിയ ഷോർട്ട് ഫിലിമുകൾ ചെറുത് തുടങ്ങി. മറ്റേ അന്ന് മൊബൈലിലില്ല. അപ്പൊ എന്റെ ചേട്ടന്റെ ഡിജിറ്റൽ ക്യാമറ ഉണ്ട്, അതിൽ ചെറിയ ഷോർട്ട് ഫിലിം തുടങ്ങി. അത് കുറെ കഷ്ടപ്പെട്ടിട്ട് കുറച്ച് ചെയ്തു. അപ്പൊ സന്തോഷമുണ്ട്, ചെയ്തുല്ലോ. അങ്ങനെയാണ് പതുക്കെ വന്നത്. അതായത് ഈ സന്തോഷം എന്ന് പറയുമ്പോ എനിക്ക് തോന്നുന്നത് ലിജോനെ സംബന്ധിച്ചിടത്തോളം ആ ടീം വർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും. പിന്നെ ഞങ്ങള് ഈ ഒരു പേരിടുന്ന ആലോചിച്ചു മതി. അപ്പൊ ആദ്യം വന്നത് റെഡ് ബോയ്സ് എന്നായിരുന്നു. ഞാൻ പറഞ്ഞത് പറ്റില്ല, ഒരുപാട് റെഡ് ബോയ്സ് ഉണ്ട്. ഗൂഗിൾ അടിച്ചു, അതായത് യുണീക്ക് ആവണമെന്ന് തോന്നി. തീർച്ചയായിട്ടും. അപ്പൊ അതിന് പേര് പ്രാധാന്യം, എനിക്ക് മലയാളം പേരിന് വേണമെന്ന് നിർബന്ധം. അപ്പൊ ടീം വാഴപ്പിണ്ടി എന്ന് പറയുന്ന ഒരു പേര് ഇട്ടിട്ടുണ്ട് വ്യത്യസ്തമായിട്ട്. ഇപ്പൊ നമ്മള് ഞാനിപ്പോ അത് പറയാൻ കാരണം, ഇപ്പൊ തിയേറ്ററുകളില് സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമയുടെ പേര് വാഴ എന്നാണ്. നമ്മൾ ഉദാഹരണത്തിന് ഇത് പറയുമ്പോ എനിക്ക് മാച്ച് ചെയ്യാവുന്ന വേറൊരു പേര് കരിക്ക്. നമ്മുടെ വെബ് സീരീസ് കാണുന്ന കരിക്കിനും ഇതുപോലൊരു വെറൈറ്റി പേരാണല്ലോ കരിക്ക് എന്നുള്ളത്. അപ്പൊ നാടനാണെങ്കിൽ പോലും കണ്ടന്റ് നല്ലതാണെങ്കിലോ ഇന്റൻഷൻ നല്ലതാണെങ്കിലോ നമുക്ക് ഉയരത്തിലേക്ക് പോവാം എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. വാഴപ്പിണ്ടിയിൽ നിന്ന് പിന്നീട് എപ്പോഴാണ് ഈ ട്രാൻസ്ഫോർമേഷൻ വരുന്നത്? അതായത് ഈ വാഴപ്പിണ്ടിന്റെ പേരിട്ടപ്പോ എല്ലാവരും കളിയാക്കി പോവുകയാണല്ലോ. ഞങ്ങളുടെ കുറച്ച് ആളുകൾ പറഞ്ഞത് മാറ്റാന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞങ്ങള് അപ്പോഴും ഞാൻ ആലോചിച്ചു പേര് എന്തായാലും വേറെ എവിടെയും പാടില്ല. അങ്ങനെ ആണ് എത്തിക്കെത്തിയത് ടീം പൂജ്യം. അതന്നെ. അതാണ് ഈ പൂജ്യം പേരിടാൻ കാരണം. അതായത് ഞങ്ങളിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളെല്ലാവരും ഒരേപോലുള്ള ഒരു കഴിവുള്ളവരാണ്. എളിമയുടെ പ്രതീകമായിട്ടാണ് പേര്. അപ്പൊ അങ്ങനെ തുടങ്ങി. അപ്പൊ അതാവുമ്പോ നമുക്കൊരു സേഫ് സ്ഥലമാണ്, നമുക്ക് എന്ത് ചെയ്യാം, പൊളിഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല, കാരണം പൂജ്യമുള്ളൂ. നമുക്കൊരു സേഫ് സോണാണത്. അങ്ങനെ തുടങ്ങി മുൻകൂർ ജാമ്യം എടുത്തു. എന്നാലും പേരിൽ വ്യത്യസ്തത. കാരണം ഗൂഗിളില് യൂട്യൂബ് എപ്പോഴും നോക്കി, യൂട്യൂബ് ഒക്കെ ആയി വരുന്നുള്ളൂ. ഇപ്പൊ ഏകദേശം എത്ര പ്രൊജക്ടുകൾ ഇപ്പോ ടീം പൂജ്യത്തിന്റെ ബാനറിൽ ഇറങ്ങിയിട്ടുണ്ട്? ഒരു 10 ഷോർട്ട് ഫിലിം, 10 ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്, ചെറുതും വലുതായിട്ട്. ഒരു വലിയ വെബ് സീരീസ്. ആ വെബ് സീരീസിന്റെ പേരെന്ത്? ദ ക്ലൂ എന്നാണ് ഇതിന്റെ പേര്. അതിലൊരു ഫസ്റ്റ് ചാപ്റ്റർ. പിന്നെ ഒരു 7 മണിക്ക് ചെയ്യണം. അതൊരു ഇൻവെസ്റ്റിഗേഷൻ ഹൊറർ സ്റ്റോറി ആയിരുന്നു. അത് റിയൽ ലൈഫിൽ നിന്ന് കിട്ടിയൊരു കഥയാണോ? അതിന്റെ കഥമായ രസമാണ്. അത് കഥ കണ്ടെത്തിയത് ഞാനും ജിൻസ് എന്ന് പറഞ്ഞ ആളും കൂടിയിട്ട് മറ്റേ വാടനപ്പള്ളി പോയിരുന്നു. അപ്പൊ അവിടെ ശവക്കോട്ട് പോയി. ശവക്കോട്ട് പോയിട്ട് ഞങ്ങൾ ആലോചിക്കുക എന്ത് കഥ ചെയ്യണം. അപ്പൊ അവിടെ കിണറ്റിൽ നോക്കിയപ്പോ നിറയെ തലയോട്ടിയുണ്ട്. അങ്ങനെ അവിടെ നിന്നാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കുന്നത് ആലോചിച്ചത്. അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. തലയോട്ടിയാണ് ഇൻസ്പിറേഷൻ. അല്ല, അതെന്ന് വെച്ചാൽ ജീൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പോസിറ്റീവ് വൈബിളാ. അതായത് ലിജോ എന്ന് പറയുന്ന ഒരാള് സുഹൃത്തുക്കൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും സംസാരിക്കാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ഈ സംസാരത്തിൽ നിന്ന് തന്നെ കഥയുടെ എലമെന്റ്സ് കിട്ടുകയും യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതല്ലേ. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് എലമെന്റ്സ് കിട്ടുകയും അത് പിന്നീട് ഷോർട്ട് ഫിലിമുകളിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്.
നിങ്ങളുടെ ഒരു ടീം എന്ന് പറയുമ്പോൾ അതിൽ ഇപ്പോൾ ചിലപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഇത്ര പേരുണ്ടാവാം, ഡയറക്ടേഴ്സ് ഇത്ര പേരുണ്ടാവും. എങ്ങനെയാണ് ഇതിന്റെ ഒരു സ്ട്രക്ചറിങ് എങ്ങനെയാണ്? അതൊന്നും ഇല്ല അർത്ഥം, നമ്മൾ അങ്ങനെ ആക്കി എടുക്കണം. അതായത് ഓൾറൗണ്ടേഴ്സ് ആണ്, ഓൾറൗണ്ടേഴ്സ് ആണ്, എന്തും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരു സംഘം ആളുകൾ. അപ്പൊ കൂടുതലും ടീം പൂജ്യത്തിന്റെ പ്രൊജക്ടുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകൾക്ക് ഷോർട്ട് ഫിലിമുകളിലോ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിലോ ഒരു റെപ്രസെന്റേഷൻ ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവർ അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യുന്ന, ഇഷ്ടപ്പെടുന്ന, അതായത് ടീം പൂജ്യത്തിന്റെ കൂടെ ഒരു സംഭവം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അത് ചെയ്തവരെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് പോകാറുള്ളത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരൊക്കെ പറയാറുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ നല്ല ടീം വർക്കാണ്, അവരെ വർക്കിന് പോയി കഴിഞ്ഞാൽ ഭയങ്കര കൺസിഡറേഷൻ എന്ന് പറയാറുണ്ട്. എന്താണ് അത്രയും കൺസിഡറേഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ടീമിൽ വരുന്നവരെ ചേർത്ത് പിടിക്കാനുള്ള ഒരു കാരണം എന്താ? ശരിക്കും അതില് കാരണം എന്ന് പറഞ്ഞാൽ ടീം വളരെ ചെറുതാക്കുന്ന ആദ്യത്തെ കാര്യം. നമ്മൾ കോർ ടീം നമ്മൾ പറഞ്ഞ മനസ്സിലാവുന്ന ആൾക്കാർ വേണം. അപ്പൊ നമുക്ക് നല്ല വൈബാണ്, നമുക്ക് എന്തും പറയാം, എന്തും ചെയ്യാം. അതാണ് നമ്മുടെ ഇതിന്റെ ഒരു പോയിന്റ്. പിന്നെ വരുന്നവരൊക്കെ നമ്മുടെ ആൾക്കാരാണ്, അവരെ പരമാവധി കെയർ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇതില് നമ്മളൊരു ഷോർട്ട് ഫിലിം ആണെന്ന് കരുതുക, സാമ്പത്തികമായിട്ടുള്ളൊരു വശം അതിനുണ്ടല്ലോ. അപ്പോ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സാമ്പത്തിക ആവശ്യം വരും. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ഫണ്ട് കണ്ടെത്തുന്നത്? ആദ്യം വരെ പ്രശ്നമായിരുന്നു, അത് നിങ്ങൾ തന്നെ വഹിക്കായിരുന്നു? ഞാൻ തന്നെ വഹിക്കണം ആദ്യം. പിന്നെ അങ്ങനെ പതുക്കെ പിന്നെ നമ്മുടെ ടീമിലേക്ക് അജ്ജി വന്നു, അതുപോലെ തന്നെ പിന്നെ ജിജോ പാലക്കയും വന്നു. ജിജോ പാലക്ക എന്ന് പറഞ്ഞ വ്യക്തി ടെക്നിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പോസ്റ്ററൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നു, ഡിസൈനറാണ്. പിന്നെ അജ്ജാണെങ്കിൽ തന്നെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അപ്പൊ അങ്ങനൊക്കെ വന്നപ്പോ കുറച്ച് കളറായി. പിന്നെ ഞങ്ങള് അവസാനത്തെ കുഴിമാടം ചെയ്യുമ്പോ എല്ലാവരും ഷെയർ ഇട്ടു. അതേപോലെ തന്നെ നമ്മുടെ സുഹൃത്താണ് അല്ലൂർ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. പിന്നെ ജയ ബേക്കറി അങ്ങനൊക്കെ ചെറിയ ചെറിയ ഫണ്ടുകൾ അങ്ങനെ വന്നു തുടങ്ങി. അങ്ങനെ ഫണ്ട് കണ്ട്, അതായത് കച്ചവടക്കാരും നിങ്ങളുടെ ഒരു കലാ പ്രയത്നം കണ്ടിട്ട് നിങ്ങളോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. കച്ചവടക്കാരെന്ന് പറയുമ്പോ ഈ വ്യാപാരിയുടെ സെക്രട്ടറി ആണ് അതിൽ നായകൻ. അത് എത്രത്തോളം എപ്പിസോഡുകൾ ഉള്ളതായിരുന്നു? 5 ഉണ്ടായിരുന്നു. 5 ഉള്ളതായിരുന്നു. 4 9 മിനിറ്റ്, അവസാനത്തിൽ 15 മിനിറ്റ്. നിങ്ങൾ ഇത്രത്തോളം പ്രൊജക്ടുകൾ കൂടെ ചെയ്തിട്ടുണ്ട്, അതിൽ വളരെ ആസ്വദിച്ച് ചെയ്തു എന്ന് പറയാവുന്ന പ്രൊജക്ടുകൾ, അതായത് ഇപ്പൊ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം. ഓരോ കഥയ്ക്ക് അനുസരിച്ചൊക്കെ അതിന്റെ മൂഡ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾ ഏറ്റവും ആസ്വദിച്ച, അല്ലെങ്കിൽ ലിജോ ലീഡ് ചെയ്തതിൽ ഏറ്റവും ആസ്വദിച്ച ഒരു എഫേർട്ട് ഏതായിരുന്നു? കൂട്ടുകാരനെ അജ്ജി എഴുതിയ മിയർ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതൊരു വർക്ക് തോന്നിയിട്ടില്ല, ചെറിയ കളി രസമായിരുന്നു. ഈ കഥകൾ കണ്ടെത്താനൊക്കെ നിങ്ങൾ ഒരുമിച്ച് കൂടുകയും, നിങ്ങളിപ്പോ ഒരുപാട് സൗഹൃദങ്ങളുണ്ട്, ഒരുപാട് കുഞ്ഞു കുഞ്ഞു സൗഹൃദങ്ങളുണ്ട്, ഒരുപാട് ആളുകളെ ചേർത്ത് പിടിക്കുന്നു. അപ്പൊ ഈ കഥകളൊക്കെ ഇങ്ങനെ നിങ്ങൾ ഒരു ടീമായിട്ട് ഡിസ്കസ് ചെയ്യുമോ, അല്ലെങ്കിൽ ഇപ്പൊ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എന്തെങ്കിലും ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ടോ? ഉണ്ട്. അതിനൊരു പ്രൊജക്ട് തുടങ്ങി ഒരു ടീം തുടങ്ങും, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങും. അതിൽ നമുക്ക് ഇങ്ങനെ ചർച്ച ചെയ്യും, പലതും ചർച്ച ചെയ്യും. അങ്ങനെ അവസാനം ആയി കഥ വരും. അതിങ്ങനെ ഡെവലപ്പ് ചെയ്ത് തിരക്കഥയാവും. ഇതിനോടൊക്കെ തന്നെ ഒരുപാട് ആഗ്രഹമുള്ള ആളുകളുടെ കൂടെ നിങ്ങൾ ചേർന്ന് നിന്നിട്ടുണ്ട്. ഇനിയും നാട്ടിൽ ഒരുപാട് ആഗ്രഹമുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അവര് ഇനി ഇത് കണ്ടിട്ടായാലും ആളുകൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ അവർക്കൊക്കെ നമുക്ക് അവസരങ്ങൾ കൊടുക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. നമുക്ക് ഡയറക്ഷനിലേക്കും സ്ക്രിപ്റ്റിലേക്കും ആക്ടിങ്ങിലേക്കും കൊടുക്കാം. ഇപ്പൊ ഞങ്ങൾ ക്ലൂ ചെയ്യുന്നുണ്ട്, അത് നമ്മുടെ കൂട്ടുകാരൻ അജ്ജിയാണ് എന്റെ ചെയ്യുന്നത്. മറ്റേ ഡയറക്ഷൻ, തിരക്കഥ ഒരുക്കുന്നത് അജൻസൻ സുഹൃത്തിനാണ്. എഴുത്തും പരിപാടികളൊക്കെ കഴിഞ്ഞു, അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഉടൻ തന്നെ അതിന്റെ ഷൂട്ട് ഉണ്ടാവും. പിന്നെ ഇപ്പോ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം പരിപാടികൾ ചോദിച്ച സ്ഥിതിക്ക് സിനിമയിലേക്കും കിടക്കണല്ലോ. ഇപ്പൊ ലിജോന്റെ മേഖല സംവിധാനം, എഴുത്ത്, ഇതിലാണ് പ്രധാനമായിട്ടും. ആക്ടിങ്ങിലേക്ക് വരും വേണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കഴിയാവുന്ന മേഖലകളിൽ നമ്മൾ സഹകരിക്കുക എന്നുള്ളതാണ് അതിന്റെ കാര്യം. ലിജോനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ലിജോ നല്ലൊരു ലീഡറാണ്. അതായത് ഒരു സംഘത്തെ നയിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അതൊരു എബിലിറ്റിയാണ്, അതെല്ലാവരിലും ഉള്ളൊരു ഗുണമല്ല. അപ്പോൾ ടീം പൂജ്യം ഇന്ന് പാവർട്ടി പോലെ ഒരു പ്രദേശത്ത് എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന്റെ ഒരു സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പുതിയൊരു ഉദ്യമത്തിനെ നിങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു എന്ന് കേട്ടു. അതൊരു ആഡ് കമ്പനി, അതൊരു പരസ്യ ഏജൻസി പോലെ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് എന്റെ അറിവ്. അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പോകും? പ്രവർത്തനങ്ങൾ നന്നായിട്ട് പോകുന്നു. ഞങ്ങൾക്ക് ഒരു 5-6 ആഡ് കിട്ടിയിട്ടുണ്ട്. വൈദ്യമന്ദിരം, അതേപോലെ തന്നെ കുറച്ചങ്ങനെ ആഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അനീഷ് ഡോക്ടർ ഒരു ക്ലിനിക് ഉണ്ട്, കുറച്ചങ്ങനെ ആയുർവേദിക് ക്ലിനിക്. അതെ കിട്ടി വരുന്നു. അങ്ങനെ ഞങ്ങൾ കിട്ടുക അല്ലാതും ചെയ്യുന്നുണ്ട്. അപ്പൊ ഷോർട്ട് ഫിലിമുകളിൽ നിന്ന് കുറച്ചും കൂടി കൊമേഴ്സ്യലൈസ് ചെയ്യപ്പെടുകയാണ് നിങ്ങൾ. അതായത് കുറച്ചും കൂടി അഡ്വർടൈസിംഗ് ഏജൻസി പോലുള്ള സംവിധാനങ്ങളിലൂടെ കുറച്ചും കൂടി ഈ ഇത്ര കാലത്തൊരു എക്സ്പീരിയൻസ് കുറച്ചും കൂടി കൊമേഴ്സ്യലൈസ് ചെയ്ത് കൂടുതൽ പരസ്യ രംഗത്തേക്ക് വരാനായിട്ടുള്ള ഒരു ശ്രമമാണ്. ഞാൻ ലിജോനായിട്ടായാലും ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരു ഇനിഷ്യേറ്റീവ് നമ്മൾ പറയുമ്പോൾ
ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അത് കേൾക്കാൻ, അത് കേട്ടിരിക്കാൻ മനസ്സ് കാണിക്കാന്ന് പറഞ്ഞ വലിയ കാര്യം. അതെ. അപ്പൊ അതിനെ ഭയങ്കരമായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ലിജോ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. നാട്ടിലായാലും സുഹൃത്തുക്കൾക്കിടയിലായാലും ലിജോന്റെ ഭയങ്കര വലുതാണ്. അപ്പൊ ഇനിയും ഒരുപാട് സിനിമകളിലടക്കം ലിജോന്റെ പേര് വരട്ടെ എന്ന് കരുതുന്നു. ഇനി ഞാൻ കുറച്ച് കാര്യങ്ങളോട് ചോദിക്കുകയാണ്. അപ്പോ സ്ഥിരമായിട്ട് സിനിമ കാണുന്ന ഒരു സ്വഭാവം ലിജോനുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എത്തരം സിനിമകളാണ് കാണാൻ ശ്രമിക്കാറുള്ളത്? കുഴിമാടം പോലുള്ള വെബ് സീരീസുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് ഒരു ബിബ്ലിക്കൽ ഒരു കളിയുണ്ട്. അതായത് ബിബ്ലിക്കൽ ടൈമുകൾ വെച്ചിട്ടോ ദൈവവചനങ്ങൾ വെച്ചിട്ടൊക്കെ ഉള്ളൊരു സംഭവമുണ്ട്. അപ്പോ ഈ ആത്മീയ പുസ്തകങ്ങള്, ബൈബിൾ ആയിക്കോട്ടെ, ഭഗവത്ഗീത ആയിക്കോട്ടെ, മറ്റ് സംഭവം ഖുർആൻ ആയിക്കോട്ടെ, എന്തൊക്കെ ആയിക്കോട്ടെ, അതിന്റെ റെഫറൻസുകൾ എടുക്കാറുണ്ട്. അപ്പൊ കൂടുതൽ ബൈബിളിൽ നിന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എനിക്ക് ഗ്രാൻഡ് മാസ്റ്റർ മെമ്മറീസ് സിനിമകള് എനിക്ക് അങ്ങനത്തെ ഒരു റെഫറൻസ്, അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് വ്യൂ മനസ്സിൽ വന്നിട്ടുള്ളത്. അപ്പൊ ത്രില്ലർ സ്റ്റോറികളോടാണ് കൂടുതൽ താല്പര്യം. ഇനി എന്തൊക്കെയാണ് ടീം പൂജ്യത്തിന്റെ ഭാവി പരിപാടികൾ? എന്താണ്? ഞങ്ങള് ഇപ്പൊ പറഞ്ഞ പോലെ ക്ലൂന്റെ രണ്ടാം ഇറങ്ങുന്നുണ്ട്, സീരീസ് വരുന്നുണ്ട്. അതെ. പിന്നെ അടുത്ത ഞങ്ങളെ ഇലക്ഷൻ ആണ് ഇപ്പോഴത്തെ അത് ചോദിക്കാനിരുന്നൊരു കാര്യമായിരുന്നു. അതായത് കലാരംഗത്ത് നിന്ന് വരുന്ന കുറെ ആളുകള് പിന്നീട് കാണുന്നത് ഇലക്ഷൻ രംഗത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ പല ഇലക്ഷനുകളിലും ടീം പൂജ്യം സ്വന്തമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കുന്ന ഒരു പ്രവണത. ബ്ലോക്കിലേക്ക് മത്സരിച്ചായിട്ട് കണ്ടു. അതിന് മുന്നേ പഞ്ചായത്തില് മത്സരിച്ചിട്ടുണ്ട്. 2 ബ്ലോക്കിലാണ് മത്സരിച്ചിട്ടുള്ളത്. എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മേഖലയിൽ ടീം പൂജ്യത്തിന്റെ ഒരു പ്രസൻസ് വേണമെന്ന് ആഗ്രഹിക്കാനുള്ള ഒരു കാരണം? അത് രാഷ്ട്രീയത്തിന്റെ ഒരു ഇതാണ് ഞാൻ പറയണത്. കാരണം നമ്മളിപ്പോ ഈ പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ലല്ലോ. നമുക്ക് സ്വന്തമായിട്ട് വോട്ട് ചെയ്യാം എന്നൊരു ചെറിയൊരു തർക്കത്തിന്റെ പേരിൽ തുടങ്ങിയ ഞങ്ങള് കൂട്ടുകാരൻ തമ്മിൽ ഇതായിരുന്നു നിൽക്കുന്ന വെച്ചപ്പോ ഞങ്ങള് വാശിക്ക് തുടങ്ങിയതാണ്. പിന്നെ അതൊരു എല്ലാവരും കൂടി ഒരുമിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മള് ഒരു ബ്ലോക്കില് നമ്മൾ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു. ചിലപ്പോൾ ജയിക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് വോട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അത് മറ്റ് മുന്നണികളുടെ സാധ്യതകളെ പരോക്ഷമായിട്ട് ബാധിക്കുന്ന ഒന്നല്ലേ? തീർച്ചയായിട്ടും ബാധിക്കുന്നതാണ്. പക്ഷെ നമുക്ക് തെറ്റിദ്ധാരണയുണ്ട്, ഇവർക്ക് വോട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അതൊന്ന് ഖണ്ഡിക്കാന്നുള്ള മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അതൊക്കെ പറ്റില്ലല്ലോ. പക്ഷെ നമ്മൾ പിടിക്കുന്ന വോട്ട് അത് നല്ലൊരു മുന്നണിയെ അത് ബാധിക്കുമ്പോ അത് വലിയൊരു വിഷയത്തിലേക്ക് വരില്ലേ? എല്ലാവരും സൗഹാർദ്ദപരമായിട്ടാണ് രാഷ്ട്രീയത്തിൽ ഇടപെടാറുള്ളത്. തീർച്ചയായിട്ടും യാതൊരു പ്രശ്നങ്ങളൊന്നും ആളുകളായിട്ട് ഉണ്ടാവാറുണ്ട്. ഇനി ഇത് രണ്ടും ബന്ധപ്പെടുത്തിക്കൊണ്ട് വേറൊരു ചോദ്യം ചോദിക്കുന്നത്, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ടീം പൂജ്യത്തിന്റെ പ്രസൻസ് വന്നതുപോലെ തന്നെ കലയിലും ടീം പൂജ്യത്തിന്റെ പ്രസൻസ് ഉണ്ട്. ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രമേയം എന്നാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റുക. ടീം പൂജ്യത്തിന്റെ ബാനറിൽ രാഷ്ട്രീയപരമായിട്ട് പ്രമേയമുള്ള അല്ല, അങ്ങനെയല്ല. കാരണം ഞങ്ങളിപ്പോ കല, സാംസ്കാരിക, രാഷ്ട്രീയം ഇതിൽ ഇടപെടുന്നു മാത്രമേ ഉള്ളൂ. അങ്ങനൊരു ഉണ്ടാവില്ല. എന്തായാലും കലാരംഗത്ത് വളരെ സജീവമായി തന്നെ ടീം പൂജ്യം ഉണ്ടാവും. കൂടുതൽ അംഗങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും അംഗങ്ങൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പരിമിതപ്പെടുത്തും. വേറെ കൊണ്ടല്ലാട്ടാ, എന്നാലാണ് നമ്മുടെ ടീം മുന്നോട്ട് പോകാൻ സാധ്യത ഉള്ളത്. മൈക്രോ യൂണിറ്റുകളിലാണ് ബ്യൂട്ടിഫുൾ. ഇനി ടീം പൂജ്യവുമായിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കുകയാണെങ്കിൽ, ടീം പൂജ്യത്തിന് വേറൊരു പ്രത്യേകത, നിങ്ങൾ തന്നെ കുറെ സബ്സെക്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പോ വാക്കിംഗ് ടീം എന്ന് പറയുന്ന ഒരു ടീം പൂജ്യത്തില്ല. പക്ഷെ നമ്മൾ എല്ലാവരും ഉണ്ട്. അതായത് ടീം പൂജ്യത്തിലുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരെ എല്ലാ സംഘടനകളുമായിട്ടും മറ്റുള്ള ഇനീഷ്യേറ്റീവായിട്ടൊക്കെ വളരെയധികം സഹകരിക്കുന്ന ഒരു സ്വഭാവം. അതാണ് ടീം പൂജ്യത്തിന്റെ ഒരു ബേസ് ക്യാരക്ടർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും അത്തരം ശ്രമങ്ങളുമായിട്ട് വളരെ ഉഷാറായിട്ട് മുന്നോട്ട് പോകട്ടെ. ടീം പൂജ്യം എന്ന് പറയുന്നത് നമ്മൾ എത്ര സംഖ്യ ഇപ്പുറത്തും അപ്പുറത്തും ഇടുന്നു എന്നുള്ളതിനനുസരിച്ച് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കും. വലിയൊരു മേഖലയിലേക്ക് ടീം പൂജ്യം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇത്ര നേരം സ്പെൻഡ് ചെയ്തതിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു.